ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു റെജീസ് ഓൺ ടേസ്റ്റ്. ഇന്ന് ഞാനൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. എഗ്ഗ് മയോ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം 3 കോഴിമുട്ട പുഴുങ്ങി ഇങ്ങനെ ക്രഷ് ചെയ്ത് വെക്കണം. ഉടഞ്ഞു പോയരുത്, കുറച്ച് ചെറിയ ചെറിയ പീസുകൾ അതിൽ വേണം എന്ന് കടിക്കാൻ കിട്ടണമെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനു മുമ്പായിട്ട് നമ്മൾ കുറച്ച് മയോണൈസ് ഉണ്ടാക്കി വെക്കണം. ആ മയോണൈസിൽ നിന്ന് 2-3 സ്പൂൺ എടുത്ത് അതിലേക്ക് ഒഴിച്ച് യോജിപ്പിച്ച് എടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം എരിവിന് ആവശ്യമുള്ള മുളക് ചതച്ചത് ഉപ്പും ചേർത്ത് നല്ലോണം യോജിപ്പിക്കുക. അതിനുശേഷം കുറച്ച് ബ്രെഡ് എടുത്ത് സൈഡ് കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ കട്ട് ചെയ്യുക. അല്ലാതെയും ഇങ്ങനെ തന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. പക്ഷെ ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഓരോ സ്ലൈസ് ബ്രെഡിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസ് പുരട്ടിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടക്കൂട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി കൊടുക്കുക. അടുത്ത സ്ലൈസ് ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിലും ഇങ്ങനെ മയോണൈസ് പുരട്ടി അത് കവർ ചെയ്തെടുക്കുക. ഇതുപോലെ മറ്റു സാൻഡ്വിച്ചുകളും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. ഇത് ഇങ്ങനെ തന്നെയും കഴിക്കുക, വേണമെങ്കിൽ നമുക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടും സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതാണ്. അതും ഇവിടെ കാണിക്കുന്നുണ്ട്. സാൻഡ്വിച്ച് ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം. ഇത് ടോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ഉരുകിയതിന് ശേഷം നമ്മളുണ്ടാക്കി വെച്ച സാൻഡ്വിച്ച് ഇതിലേക്ക് എടുത്ത് ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തുള്ള ബെൽ ഐക്കണും ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇങ്ങനെ ഒരു ഭാഗം ബ്രൗൺ കളറായി വരുമ്പോൾ തിരിച്ചിട്ട് മറ്റേ ഭാഗവും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണിത്. എളുപ്പത്തിൽ, അത്രയും എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. ബ്രെഡ് എടുക്കുക, മയോണൈസ് പുരട്ടുക,
മുട്ട വെച്ച് കൊടുക്കുക, കവർ ചെയ്യുക,